ഫ്രണ്ട്സ്, അപ്പോൾ 4ാമത്തെ ദിവസമാണെന്ന് ചാലഞ്ചിന്റെ അല്ലേ? എങ്ങനെയുണ്ട്? ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ അഫർമേഷനിലേക്ക് പോവാം. ഇന്ന് ഇതാണ് നമ്മുടെ അഫർമേഷൻ എന്ന് പറയുന്നത്. ഐ എൻജോയ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ആസ്വദിച്ചിട്ടാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വളരെ വേഗത്തിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പറ്റും. എന്താണ് ഇന്നത്തെ അഫർമേഷൻ? ഐ എൻജോയ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇനി അത് 21 ടൈംസ് നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് കേൾക്കുന്ന വിധത്തിലേക്ക് പറഞ്ഞിട്ട് എഴുതണം. അതിനുശേഷം എന്താ ചെയ്യേണ്ട? ഫോമാറ്റൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് അറിയാലോ. അതേ സെയിം പ്രൊസീജിയർ. നിങ്ങളുടെ അഫർമേഷൻസ് മാത്രമേ മാറുന്നുള്ളൂ, പ്രൊസീജിയർ സെയിം ആണ്. അതേ ഘട്ടങ്ങളിലൂടെ നമ്മൾ പോകണം കേട്ടോ. അപ്പൊ കണ്ണാടിയുടെ മുമ്പിൽ പോകണു. നിങ്ങൾ 21 തവണ ഐ എൻജോയ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയണു. കണ്ണടയ്ക്കുന്നു. ദെൻ 10 അതിലധികമോ ആളുകളുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് കണ്ണടയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. എങ്ങനെയുണ്ട്? വളരെ കോൺഫിഡന്റ് അല്ലേ? എൻജോയ് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണേ? ഇപ്പോ അതെ അല്ലേ? എല്ലാവരും കേൾക്കുന്നവരും ഹാപ്പിയാണ്. നിങ്ങളുടെ മുഖത്തും ആ ഒരു ഹാപ്പിനെസ്സും ഒരു കംഫർട്ട് ഫീലൊക്കെ ഉണ്ട് അല്ലേ? ദെൻ നിങ്ങൾ അവരുടെ അപ്രീസിയേഷൻസ് ഒക്കെ വാങ്ങിയിട്ട് നല്ല ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ കണ്ണു തുറക്കുകയാണ്. പിന്നെ അടുത്ത ആക്ടിവിറ്റീസിലേക്കൊക്കെ പോവണം. ആൻഡ് മറക്കാതെ ചെയ്യേണ്ട കാര്യം, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതേ സെയിം 21 തവണ ചാൻറ്റിങ് മറക്കരുത്. എന്നിട്ട് കണ്ണടച്ച് കിടന്നുറങ്ങണം. ആ ഒരു ഗുഡ് ഫീൽ. എന്തായിരുന്നു ചാൻറ്റിങ്? ഇന്ന് ചെയ്യേണ്ടത് ഇതാണ്. ഐ എൻജോയ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അത് 21 തവണ പറയുക. ക്ലോസ് യുവർ ഐസ് ആൻഡ് നിങ്ങൾ ഉറക്കത്തിലേക്ക് മെല്ലെ പ്രവേശിക്കുക. ദെൻ വൊക്കാബുലറി എക്സസൈസ് ആണ് ഇന്നത്തെ വൊക്കാബുലറീസ്. നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ്? എം, എൻ, ഒ, പി. ഈ 4 ലെറ്റേഴ്സ് അല്ലേ? കൺസിസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്, കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്കും അറിയാം എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ലെറ്റേഴ്സ് എടുക്കുന്നത്. എം, എൻ, ഒ, പി. ഈ 4 ലെറ്റേഴ്സ് കൊണ്ട് മനുഷ്യരുടെ പേരുകളല്ലാത്ത മാക്സിമം എവിടെയും റെഫർ ചെയ്യാതെ എഴുതുക. ഓക്കെ, താങ്ക് യു. ഇതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് നെയിംസ് ഓഫ് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ്, PLANTS, പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ചെടികൾ. മരങ്ങളുടെ പേരുകളാവാം, അല്ലെങ്കിൽ ചെടികളുടെ പേരുകളാവാം. എനിവേസ് ഓക്കെ, നിങ്ങൾക്കത് എഴുതാം. നിങ്ങൾ റെഫർ ചെയ്യാതെ നിങ്ങൾക്ക് അറിയാവുന്ന പരമാവധി പ്ലാന്റ്സിന്റെ, ചെടികളുടെ പേരുകൾ എഴുതുക ഇംഗ്ലീഷിൽ. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ചെറിയ കുട്ടികൾ മുതൽ ഇനിയിപ്പോൾ അമ്മമാരാണെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ എപ്പോഴും ഒരു ഇംഗ്ലീഷ് പോം ഒക്കെ. നിങ്ങൾക്ക് അറിയില്ലേ ഇംഗ്ലീഷ് പോം? ഇംഗ്ലീഷ് റൈം അറിയില്ലേ? നിങ്ങളൊരു ഇംഗ്ലീഷ് പോം ചൊല്ലി നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം അറിയും എത്രയും വേണമെങ്കിൽ ചൊല്ലി നോക്കാം കേട്ടോ. നിങ്ങൾ തന്നെ ഒന്ന് റെക്കോർഡ് ചെയ്ത് കേട്ടു നോക്കൂ. ചെറിയ സോങ്സ് മതി, അല്ലെങ്കിൽ ചെറിയ പോം മതി, ഇംഗ്ലീഷ് ആയിരിക്കണം. നിങ്ങൾക്കൊന്നും അറിയില്ല പറയരുത്. ഇതെങ്കിലും നിങ്ങൾക്ക് അറിയും. റെയിൻ റെയിൻ കം അഗെയിൻ അറിയില്ലേ? അല്ലെങ്കിൽ ജോണി ജോണി എസ് പപ്പ, ഇതൊക്കെ അറിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നൊരു ഇംഗ്ലീഷ് റൈം ഒരു ഇംഗ്ലീഷ് പോം നിങ്ങൾ റിസൈറ്റ് ചെയ്യുക, ചൊല്ലിയിട്ട് റെക്കോർഡ് ചെയ്യുക, നിങ്ങൾ തന്നെ കേൾക്കുക. മൈ ഡിയേഴ്സ്, ഇന്നത്തെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻ ഡീറ്റെയിൽ. അതായത് ഫസ്റ്റ് ഡേ നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു അല്ലേ? അത് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ള സെന്റൻസസ് ആയിരുന്നില്ലേ? എന്നാൽ ഇന്ന് ഇപ്പം ഇച്ചിരി കൂടെ നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ആയിട്ടുണ്ട് അല്ലേ? കൃത്യമായിട്ട് വിഷ്വലൈസേഷനും അഫോർമേഷൻസും എല്ലാം നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇച്ചിരിയൊക്കെ പറയാൻ പറ്റില്ലേ? അപ്പം എന്താണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് ചെയ്യേണ്ടത്. അതായത് 1-2 സെന്റൻസ് മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? നിങ്ങളുടെ പേര്, സ്ഥലം, അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എത്ര പേരുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ അംബീഷൻ എന്താണ്, നിങ്ങൾക്ക് ആരായി തീരാനാണ് ആഗ്രഹം. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് സെന്റൻസസ് വെച്ചിട്ട് നിങ്ങളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതുക. ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കുക, റെക്കോർഡ് ചെയ്യുക, നിങ്ങൾ തന്നെ കേൾക്കുക. ഓക്കെ.